നമസ്കാരം. ഇന്നേ നമ്മൾ വത്തക്കൻ്റെ വിളവെടുപ്പാണ്. തണ്ണിമത്തൻ്റെ ഇതിൽ പുല്ല് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് വത്തക്ക വിളവെടുപ്പിൽ ലേശം പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ പണിക്കാരെ സസ്യം അന്നത്തെ വിളവെടുപ്പിനുള്ളത് മതി. നമ്മളെ വത്തക്കയാണ് നമ്മളെ ഈ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വത്തക്ക കൃഷി ചെയ്യണത്. തണ്ണിമത്തൻ കൃഷി ചെയ്യണത് നമ്മളെ പഞ്ചായത്തിൽ, പുളിക്കൽ പഞ്ചായത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ വിപുലമായിട്ട് ചെയ്യണത്. അപ്പോൾ നാടൻ വത്തക്കയാണ്, നമ്മുടെ നാട്ടിലെ വത്തക്കയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും സാധാരണ ഈ വത്തക്കൻ്റെ വലിയ കൃഷി എക്സ്പീരിയൻസ് ഉള്ള കൃഷിക്കാർ ചെയ്യുന്ന അത്ര വിളവെടുപ്പ് ഉണ്ടായിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത വിളവെടുപ്പ് മാഷാ അല്ലാഹ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പരിചയമില്ലാത്തൊരു കൃഷി ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ആർക്കും പരിചയമില്ലാത്ത കൃഷിയാണല്ലോ. അപ്പോൾ ആരോട് ചോദിക്കാനും അറിയില്ല, നമുക്കാരും പറഞ്ഞു തരാനില്ല. യൂട്യൂബിൽ നമ്മളെ കണ്ട് പഠിച്ച് പിന്നെ യൂട്യൂബിലുള്ള ഓരോ മാസ്റ്റേഴ്സിനെ ഫോൺ ചെയ്ത് അവരോട് എക്സ്പീരിയൻസ് ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കിയ കൃഷിയാണ്. സാധാരണ ഈ നാട്ടിലെ തമിഴ്നാട്ടിലൊക്കെ ഈ മൾച്ചിങ് ചെയ്തുകൊണ്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് നമ്മൾ ഇത് ചെയ്തത്. ഇതിന്റെ വളങ്ങളൊക്കെ കൊടുത്തത് അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ വിളവെടുപ്പ് ഉണ്ടാവും. 3-4 സമയങ്ങളിലായിട്ടാണ് ഈ വിളവെടുപ്പ് നടക്കുക. ഇന്ന് കഴിഞ്ഞ് ഇനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി വിളവെടുപ്പ് ഉണ്ടാവുക. ഈ മൊത്തം സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പുല്ല് നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. വത്തക്കൻ്റെ തൈകളും മറ്റും കാണില്ല. പുല്ലട്ട് ഒഴിവാക്കിയാലേ വത്തക്ക കാണുള്ളൂ. ഞാനും കുറച്ച് പേടിച്ചതിന് സംഭവം വത്തക്കല്ലേ എന്നുള്ളത്. ആ ഭാഗത്ത് ആണ് 3 സൈസ് വത്തക്ക ഞാൻ നട്ടുള്ളത്.